BJPയും കൊള്ളാം, അവർക്ക് വോട്ട് കൊടുക്കാം എന്നുള്ള നിലയിലുള്ള ചിന്ത വരുത്താൻ BJPക്ക് പലയിടത്തും കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അക്സെപ്റ്റൻസ് BJPക്ക് ഉണ്ടാക്കാൻ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ. കോൺഗ്രസ് എടുത്താൽ AK ആൻ്റണിയും കൂടെയൊക്കെ കഴിയുമ്പോൾ VM സുധീരൻ അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ, വളരെ അവരുടെ കാലം കഴിയുമ്പോൾ ആദർശ രാഷ്ട്രീയം അവിടെ തീർന്നു. പിന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല. BJP പിടിക്കുന്നതും കൊടുക്കുന്നതും കോൺഗ്രസ്സിന് മാത്രമായിരുന്നു പണ്ട്. കോൺഗ്രസ് വോട്ട് പിടിക്കുക, കോൺഗ്രസ് വോട്ട് കൊടുക്കും. ഇപ്പോൾ അങ്ങനെയല്ല. CPM വോട്ടും അവർക്ക് പിടിക്കാൻ കഴിയുന്നു, CPMന് അവർക്ക് വോട്ട് കൊടുക്കുന്നതിലും ബുദ്ധിമുട്ടില്ല. കൃത്യമായി ഈഴവ കമ്മ്യൂണിറ്റിയിൽ വലിയൊരു വിഭാഗം ആരെ കൂടെ നിൽക്കും? BJPയുടെ കൂടെ. അത് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിൽ BJPയുടെ രാഷ്ട്രീയ ഭാവി എന്തായിത്തീരും? ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ V. സുഭാഷ് ചന്ദ്രബോസ്. 3 കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദേശീയ നേതൃത്വവും പ്രധാനമന്ത്രിയായാലും BJP ദേശീയ നേതൃത്വവും വലിയ ശ്രദ്ധ കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു നിർണായകമായി വരുന്ന BJPയും പറ്റും, അല്ലെങ്കിൽ BJPക്ക് ഭരണത്തിലല്ല ഞാൻ പറയുന്നത്, BJPയും കൊള്ളാം, അവർക്ക് വോട്ട് കൊടുക്കാം എന്നുള്ള നിലയിലുള്ള ചിന്ത വരുത്താൻ BJPക്ക് പലയിടത്തും കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അക്സെപ്റ്റൻസ് BJPക്ക് ഉണ്ടാക്കാൻ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ RSSൻ്റെ BJPക്കാരും ഒക്കെ മത്സരിക്കും. ഈ കുമ്മനം രാജശേഖരൻ അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ മത്സരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു ചുവരെഴുത്തോ ഒരു പോസ്റ്ററോ ഒന്നും കാണാനില്ല. പ്രവർത്തകരുമൊന്നും വീട്ടിലൊന്നും ആരുടെയും വീട്ടിൽ വരാറില്ല. വന്നാൽ അവർക്ക് തല്ല് കിട്ടുകയും ചെയ്യും സംഘടിതമായി. അത് മാറി ഒരു മൂന്നാമത്തെ ഒരു ഫോഴ്സ് എന്നുള്ള നിലയിൽ ഞങ്ങളുമുണ്ടെന്നുള്ളൊരു സാന്നിധ്യം അറിയിക്കാനും അതിൽ വലിയ വലിയ ഒരു മാറ്റം കൊണ്ടുവരാനും BJPക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ, പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവർ വരെ പറയുന്നത്, ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ, അത് പഞ്ചായത്താവട്ടെ പാർലമെൻറ്റ്, BJPയെ എഴുതിത്തള്ളി അങ്ങനെ ഒരു പാർട്ടിയില്ല അല്ലെങ്കിൽ ഒരു മുന്നണിയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്നാമത്തെ നിരീക്ഷണം. 2 എന്ന് പറയുന്നത്, നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസ് എടുത്താൽ AK ആൻ്റണിയും കൂടെയൊക്കെ കഴിയുമ്പോൾ VM സുധീരൻ അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ, വളരെ അവരുടെ കാലം കഴിയുമ്പോൾ ആദർശ രാഷ്ട്രീയം അവിടെ തീർന്നു. പിന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല. ഇടതുപക്ഷത്തിൽ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ കാലം കഴിയുമ്പോൾ, അതിപ്പോൾ വലിയ ഇതില്ലല്ലോ, 81 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ അടുത്തൊരു 5-10 വർഷം എന്ന് പറയുന്നത്, ഒരു 10 വർഷം എന്ന് പറയുന്നത് ന്യൂജൻ കുട്ടികളുടെയും പുതിയ തലമുറയുടെയും വോട്ടാണ് കൂടുതൽ വരാൻ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പഴയ കയ്യൂരിലെയും കരിവള്ളൂരിലെയും കഥയൊന്നും അവർക്കറിയത്തില്ല, അവർ കേട്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ട് അവർക്ക് കാര്യവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വികസനം അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആര് എന്ന് ഡിസൈഡ് ചെയ്യുന്നൊരു തിരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ ഒരു ജനറേഷൻ മാറ്റം തന്നെ വരും. ആ മാറ്റം വരുന്നതിൽ BJPക്ക് വലിയ സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് BJPയെ എഴുതിത്തള്ളി വർഗീയത എന്നൊക്കെ പറഞ്ഞ് തള്ളി മാറ്റി നിർത്താൻ കഴിയില്ല. ഇപ്പോൾ തന്നെ 10-30 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ്. നമ്മളില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം നിയമം എടുത്താൽ നല്ല ത്രികോണ മത്സരമാണ്. വട്ടിയൂർക്കാവ് എടുത്താൽ, പിന്നെ കഴക്കൂട്ടം എടുത്താൽ, കാട്ടാക്കട പോലും 10-30,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. 30,000 വോട്ട് ഒരു മണ്ഡലത്തിൽ പിടിക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. കാരണം പണ്ട് 2 മുന്നണിയല്ലേ ഉള്ളൂ, LDF UDF. അത് ആ കാലഘട്ടത്തിൽ മാറി മാറി വരാനും പറ്റുമായിരുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ സവിശേഷത, BJP പിടിക്കുന്നതും കൊടുക്കുന്നതും കോൺഗ്രസ്സിന് മാത്രമായിരുന്നു പണ്ട്. കോൺഗ്രസ് വോട്ട് പിടിക്കുക, കോൺഗ്രസ് വോട്ട് കൊടുക്കും. ഇപ്പോൾ അങ്ങനെയല്ല. CPM വോട്ടും അവർക്ക് പിടിക്കാൻ കഴിയുന്നു, CPMന് അവർക്ക് വോട്ട് കൊടുക്കുന്നതിലും ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാണുന്നൊരു പ്രത്യേകത, BJP ഡീലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ ഡീലുണ്ട്. പക്ഷേ അതൊരു പാർട്ടിയുമായിട്ടല്ല. അതാണ് വിഷയം. ഓരോ മണ്ഡലാടിസ്ഥാനത്തിൽ ഇവർക്ക് എന്തുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡീലുണ്ട്. അതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്, ഞങ്ങൾ അത്ഭുതം സൃഷ്ടിക്കും, 55 സീറ്റ് ഇതേ വരുള്ളൂ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു തിയറി അതാണ്. മണ്ഡലാടിസ്ഥാനത്തിൽ ഇവർ സഖ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കേരള രാഷ്ട്രീയത്തിൽ കണ്ട് പരിചയമുള്ളതല്ല. അല്ലാതെ അണ്ടർസ്റ്റാൻഡിങ് വരും, ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് വരും. പക്ഷേ ഇത് മണ്ഡലാടിസ്ഥാനത്തിൽ അണ്ടർസ്റ്റാൻഡിങ് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങൾ നോക്കുമ്പോൾ BJPയെ എഴുതിത്തള്ളാൻ കഴിയില്ല. അവരൊരു 3ാം ശക്തിയാണ്. അവർ ഉടനെ ഇപ്പം ബഹളം ഉണ്ടാക്കിയില്ലെങ്കിലും വരുന്ന കാലത്തെ പ്രതിപക്ഷമാണ്. ഒരു 15 വർഷത്തിനകത്ത് അവർ ഭരണത്തിലേക്ക് അടുത്താലും സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അത് അവസാനിപ്പിക്കാം. ഇന്ന് നിൽക്കുന്ന 18% വരുന്ന ക്രിസ്ത്യൻ വോട്ടിൽ കൃത്യമായി അവർ സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതവർക്ക് എത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു കാര്യമുണ്ട്.
ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശനും ഏജ് ആവുന്നു. ഞാനിതെല്ലാം കാണുന്ന കുറച്ചുകൂടി ദീർഘവീക്ഷണത്തിലാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ കാലം കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇല്ലാതായാൽ, ആരോഗ്യപരമായോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്താൽ, കൃത്യമായി ഈഴവ കമ്മ്യൂണിറ്റിയിൽ വലിയൊരു വിഭാഗം ആരെ കൂടെ നിൽക്കും? BJPയുടെ കൂടെ പോകും. അത് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗിനിങ് ആണ് കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും ഉൾപ്പെടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതുകൂടാതെ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അതിശക്തമായി തന്നെ പ്രചരണത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. BJPയുടെ മുതിർന്ന നേതാവാണ്, അതുകൂടാതെ വനിതാ നേതാവ് കൂടിയാണ്. എനിക്ക് തോന്നുന്നു BJPയുടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ശക്തരിൽ ഒരാളായ സ്ത്രീയായി, അതായത് BJPയുടെ സ്ത്രീ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അവർ. അപ്പോൾ അവരുടെ ഒരു വിജയസാധ്യത ഇപ്പോഴും നമുക്ക് കണക്കുകൂട്ടാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അവർക്ക് വിജയസാധ്യത അവിടെ ഉണ്ട് എന്ന് കണക്കുകൂട്ടപ്പെടുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നു ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വിജയിക്കുമെന്ന്. അത്തരത്തിലൊരു വിജയം സാധ്യമായാൽ നിയമസഭയിൽ എങ്ങനെയായിരിക്കും ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രവർത്തനം? അതെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? പഴയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ക്രൗഡ് പുള്ളറായിട്ടുള്ള, മാസ് പുള്ളറായിട്ടുള്ള നേതാക്കൾക്ക് അപ്പർ ഹാൻഡ് കിട്ടും. നല്ല പ്രാസംഗികർ, നല്ല സംഘാടകർ, നല്ല ആദർശശക്തിയുള്ളവർക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടെന്ന് ലീഡർഷിപ്പിൽ വരാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ BJP പ്രയോജനപ്പെടുത്താത്ത ഒരു ക്രൗഡ് പുള്ളറാണ് ശോഭാ സുരേന്ദ്രൻ. അവർ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും അല്ല വിഷയം. ഏത് പുരുഷന്മാരെക്കാളും മുന്നിൽ നിൽക്കാൻ കഴിയുന്ന വലിയ ക്രൗഡ് പുള്ളറാണ്. അവർക്ക് മാസിൻ്റെ എതിരാളികളുടെ ഇടയിൽ പോലും നല്ല സ്വാധീനമുള്ള ഒരു ലീഡറാണ് അവർ. അത് സമ്പൂർണ്ണമായി BJP ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ഒബ്സർവേഷൻ. അവരെ സംബന്ധിച്ച് അവർ ആലപ്പുഴയെ മത്സരിക്കാൻ നോക്കുമ്പോൾ പാലക്കാട് കൊണ്ടിടും. ഇനി പാലക്കാട് തന്നെ നിൽക്കാമെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് പോകാൻ പറയും. കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങൽ. ഇതൊരു വലിയ പ്രശ്നമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമ്മൾ മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആൾ BJP എന്നുള്ളത് മാറ്റിവെച്ചാൽ, BJP ഒരു വേറൊരു അർത്ഥത്തിൽ പറയുന്നതാണ്, അസംബ്ലിയിലൊക്കെ വരേണ്ട ആളുകൾ തന്നെയാണ്. കാരണം വലിയ കാഴ്ചപ്പാടുണ്ട്. ഒന്നാമത് അഴിമതിക്കെതിരെയൊക്കെ നല്ല നിലപാടെടുക്കുന്നവരാണ്. അപ്പോൾ വലിയ ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ രമേഷ് പിഷാരടി എന്ന് പറയുന്നത് ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു സീരിയൽ നടൻ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് താല്പര്യമുള്ള ആളാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹം അങ്ങനെ വന്നിട്ടുള്ള ആളല്ല. പിന്നെ NMR റസാഖ് എന്ന് പറയുന്നതും ഒരു പൊളിറ്റിക്കൽ ലീഡറേ അല്ല. അദ്ദേഹം ഒരു പെയ്ഡ് കാൻഡിഡേറ്റാണ്. അദ്ദേഹം പൈസ എന്തോ കൊടുത്തിട്ടാണ് അവിടെ വാങ്ങിച്ചിരിക്കുന്നത്, സീറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു വിഷയമല്ല. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ്. പിന്നെ അവിടെ BJP പാര വയ്ക്കാതിരുന്നാൽ, കാരണം അവിടെ ഈ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ BJPയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, അവർ ഒരിക്കലും അധികാരത്തിൽ വന്നാൽ അവിടെ പിന്നെ കുറേ അലുക്കുലുക്കളുണ്ടാവും. ഇപ്പോൾ പന്തളം നഗരസഭ അധികാരത്തിൽ വന്നു, പിന്നെ അവർക്ക് നിർത്താൻ പറ്റിയിട്ടില്ല. തിരുവനന്തപുരം കല്ലിയൂർ പഞ്ചായത്ത്, വെങ്ങാനൂർ പഞ്ചായത്ത്, പിന്നെ കള്ളിക്കാട് പഞ്ചായത്ത്, ഇവിടെയൊക്കെ അവർക്ക് അധികാരത്തിൽ വന്നതാണ്. പിന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അവർ തമ്മിലടിച്ച് പിരിയും. അതുപോലെ പാലക്കാട് ഈ സ്ഥാനാർത്ഥി മോഹത്തിൽ കുറേ ബഹളങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. പ്രശാന്ത് ശിവനൂര്, പിന്നെ അവൻ്റെ ഒരു സീനിയർ നേതാവുണ്ടല്ലോ, നമ്മുടെ ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കില്ല, RSSൻ്റെ ഒരു സീനിയർ നേതാവുണ്ട്, സ്ഥിരം കൗൺസിലറായിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങനെ കുറച്ച് പേരുണ്ട്. അവരൊന്നും കളിക്കാതിരുന്നാൽ പിന്നെ കണ്ണാടി പോലുള്ള ചില പഞ്ചായത്തുകളുണ്ട്. കണ്ണാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം EM ശ്രീധരൻ നല്ല വോട്ട് പിടിച്ച് വന്ന് അവസാനം ഷാഫി ജയിക്കുന്നത് കണ്ണാടിയൊക്കെ എണ്ണുമ്പോഴാണ്. കണ്ണാടി പഞ്ചായത്തൊക്കെ മുസ്ലിംസിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. ഷാഫിക്കും അവിടെ ഒരു അത്യാവശ്യം വ്യക്തിപരമായി ബന്ധങ്ങളുള്ള പഞ്ചായത്ത്, ഒരു സ്ഥലമാണ്. ഷാഫി ഒരു ക്രൗഡ് പുള്ളറാണ് കോൺഗ്രസ്സിലെ. അപ്പോൾ അതൊക്കെ വെച്ചതുകൊണ്ട് നല്ല പ്രാസംഗികനാണ്, ക്രൗഡ് പുള്ളറാണ്, യൂത്തിനൊക്കെ വലിയ ഇഷ്ടമാണ് ഷാഫിയെ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ശോഭയ്ക്ക് മത്സരം വളരെ ടൈറ്റാണ്. പക്ഷേ ടൈറ്റ് മത്സരത്തിലും ഒരു അപ്പർ എഡ്ജ് എന്ന് പറയുന്നത് അവർക്ക് അവിടെ ഉണ്ട്, ഒരു എഡ്ജുണ്ട്. അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഈ RSS ആയാലും BJP ആയാലും സംഘപരിവാർ ആയാലും ശിവരാജൻ, ഞാൻ നേരത്തെ പറയാൻ വിട്ടു ശിവരാജൻ, അവർ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഒരു സാധ്യതയുണ്ട്. പിന്നെ അമൽ ചോദിച്ചൊരു ചോദ്യം, നിയമസഭയിൽ വരുന്നത്. നിയമസഭയിൽ ഇപ്പോൾ ഞാൻ പറയും CP ജോൺ നിയമസഭയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ലൊരു നേതാവാണ് അദ്ദേഹം, ഒരുപാട് കാഴ്ചപ്പാടുകളാണ്. UDF വന്നാൽ മന്ത്രിയാകണമെന്ന് ഞാൻ പറയും, അത്രയ്ക്ക് നല്ല കാഴ്ചപ്പാടുകളാണ്. അതുപോലെ ശോഭാ സുരേന്ദ്രൻ, ഇങ്ങനെ വളരെ പല പാർട്ടി, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരുപാട് വിഷനുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷണറിമാർ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ചിന്തിച്ചാൽ, രാഷ്ട്രീയം ചിന്തിച്ചാൽ വേറെയാണ് നമ്മുടെ കാഴ്ച, പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചാൽ ഒരുപാട് വിഷണറിമാർ, V മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു, നല്ലൊരു വിഷനുള്ള ആളാണ്. ഡെവലപ്മെൻറ്റൽ വിഷൻ ഇപ്പം നമ്മൾ കാണാത്തൊരു സാധനമുണ്ട് കഴക്കൂട്ടത്ത്, നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല.
അദ്ദേഹം ഓരോ ഞാൻ പോയിട്ടില്ല, പക്ഷേ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. ഓരോ സെഗ്മെൻറ്റായിട്ട് വെള്ളം, ആരോഗ്യ സെഗ്മെൻറ്റായിട്ട് അവൾ എക്സ്പെർട്ടുകളെയൊക്കെ വിളിച്ച് മീറ്റിങ്ങുകളൊക്കെ നടത്തി നല്ല ഡോക്യുമെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ആരും ചെയ്യുന്നതല്ല ഒരു മണ്ഡലത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷണറിമാരായി നിൽക്കുന്ന ഒത്തിരി നേതാക്കളുണ്ട്. കേവല രാഷ്ട്രീയക്കാരെല്ലാവർ അവർ ജയിക്കേണ്ടതാണ്. ആ ടീമുകളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് വരുന്നത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. അവർക്ക് അർഹമായ ഒരു സ്ഥാനം പാർട്ടിയും കൊടുത്തിട്ടില്ല, കേരള സമൂഹവും കൊടുത്തിട്ടില്ല. അതിൻ്റെ അപവാദമായിട്ടൊരു കുറ്റസമ്മതം പോലെയെങ്കിലും അവരെ ജയിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല, എനിക്കൊരു പരിചയമുള്ള ആളല്ല. പക്ഷേ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നതാണ്. അപ്പോൾ ചില വ്യക്തിത്വങ്ങളെ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ. ഇപ്പോൾ EMS എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ചില വ്യക്തിത്വങ്ങളെ നമുക്ക് വലിയ ഇഷ്ടമാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ നമുക്ക് ഇഷ്ടമല്ല. മുഖ്യമന്ത്രി, CPM സെക്രട്ടറി, അതൊക്കെ ഓക്കെ. പക്ഷേ ഒരു വ്യക്തി എന്നുള്ളതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളല്ല. എന്തുകൊണ്ടോ നമുക്ക് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യില്ല. VS എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യും. പിന്നെ EMS എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരുണാകരൻ നമുക്കൊരു കെമിസ്ട്രി വർക്കാക്കുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്ന BJPയിലെ നമുക്കൊരു ബന്ധമില്ലെങ്കിലും നമുക്കെന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്ന നേതാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ അവർ ജയിക്കുമെന്ന് തന്നെയാണ് ഈ അപ്പർ എഡ്ജിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കാണുന്നത്.